ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തേജസ് ന്യൂസ് തയ്യാറാക്കുന്ന മണ്ഡലങ്ങൾ തോറുമുള്ള പ്രത്യേക പരിപാടി മണ്ഡലക്കാഴ്ചയിലേക്ക് സ്വാഗതം. ആലപ്പുഴയുടെ മണ്ഡലക്കാഴ്ചയാണ് ഇന്ന്. രാഷ്ട്രീയത്തിനപ്പുറം ഒന്നും ആലപ്പുഴയിലെ വോട്ടർമാരോട് തിരഞ്ഞെടുപ്പിൽ പറയേണ്ട. സമവാക്യങ്ങളും സൂത്രവാക്യവും ഒന്നും അവർ വോട്ട് ചെയ്യുന്നതിൻ്റെ കണക്കിന് ചേരില്ല. പലപ്പോഴും അതൊക്കെ അവർ തെറ്റിച്ചിട്ടും ഉണ്ട്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഇനി അവരാവും ഇവരാവും എന്ന് പായാരം പറയാതെ ആരാവും എന്ന ചോദ്യത്തിൽ ഒതുങ്ങി നിന്നു ആലപ്പുഴക്കാർ. ഒടുവിൽ നാട്ടുകാരിയായ ഷാനിമോൾ ഉസ്മാൻ രംഗത്തെത്തി. അരൂർ MLA AM ആരിഫാണ് LDF സ്ഥാനാർത്ഥി. ഇത്രനാളും കോൺഗ്രസ് സഹയാത്രികനെന്ന് തോന്നിപ്പിച്ചിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ BJPയിലെത്തി സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയും ചേർന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ഇക്കുറി ആകെ വോട്ട് 13,14,535. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 12,71,324 വോട്ടർമാരിൽ 9,97,464 പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 4,62,525 വോട്ട് നേടി KC വേണുഗോപാൽ 9,407 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആണ് വിജയിച്ചത്. CPMൻ്റെ CB ചന്ദ്രബാബുവിന് 4,43,118 വോട്ട് ലഭിച്ചു. ഇക്കുറി UDF ആലപ്പുഴയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ട BJPയുടെ അഴിമതിയും വർഗീയതയും നിറഞ്ഞ ഭരണം അവസാനിപ്പിക്കണമെന്നു തന്നെയാണ്. മണ്ഡലത്തിൽ KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസനം പൂർണ്ണമായി നടപ്പാക്കണം. സംസ്ഥാനത്തെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി ആവണം വിധിയെഴുത്ത് എന്നീ അജണ്ടയും UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. LDF സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. UDF മുന്നോട്ട് വയ്ക്കുന്ന അതേ അജണ്ട വാജ്പേയി സർക്കാർ ജനവിധി തേടിയ 2004-ലും മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും കേരളത്തിൽ ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ജയിച്ചിരുന്നില്ലെന്ന് LDF ചൂണ്ടിക്കാട്ടുന്നു. ചെറുതെങ്കിലും ഉറച്ച നിലപാടിൻ്റെ വലിപ്പം കൊണ്ട് SDPIയും മണ്ഡലത്തിൽ ജനവിധി തേടുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി KS ഷാനാണ് സ്ഥാനാർത്ഥി. 16 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ കടന്നുപോയെങ്കിലും 7 വട്ടമേ ഇവിടെ ഇടത് ജയിച്ചിട്ടുള്ളൂ. 5 തവണ CPMഉം 2 വട്ടം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. കോൺഗ്രസ് 8 തവണ ജയിച്ചു. ഇത്തവണ 8ാം വിജയം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വെള്ളാപ്പള്ളിയെ കണ്ടു കഴിഞ്ഞു. കുമ്മനം രാജശേഖരനും വെള്ളാപ്പള്ളിയെ കണ്ടു വണങ്ങാൻ മറന്നിട്ടില്ല. ഇതിനിടെ VM സുധീരൻ വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ചത് കടന്ന കൈയായി പോയെന്ന് UDFൽ അടക്കം പറച്ചിലും ഉണ്ട്. ആലപ്പുഴക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവർ കൃത്യമായി രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുക ആണെന്ന് മാത്രം.